ജംബുലിംഗം ബിജുവിന്റെ പരാക്രമങ്ങൾ. ട്രെയിനിൽ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ച സംഭവത്തിൽ കുപ്രസിദ്ധ ക്രിമിനൽ ജംബുലിംഗം ബിജു കോഴിക്കോട് അറസ്റ്റിലായി. പരശുറാം എക്സ്പ്രസിൽ പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച ബിജുവിനെ യാത്രക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധനയ്ക്കെത്തിച്ച ബിജു വനിതാ ഡോക്ടറെയും കയറിപ്പിടിക്കാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസിലാണ് വിദ്യാർത്ഥിനി ഉപദ്രവിക്കപ്പെട്ടത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ അച്ഛനമ്മമാർക്കൊപ്പം യാത്ര ചെയ്യുകയെന്ന പെൺകുട്ടിയെ ബിജു കടന്നുപിടിക്കുകയായിരുന്നു. സഹയാത്രികർ ഇടപെട്ട് ബിജുവിനെ പിടിച്ചുമാറ്റി. മർദ്ദനവും ഉണ്ടായി. യാത്രക്കാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പരശുറാം എക്സ്പ്രസിൽ നിന്ന് കൊയിലാണ്ടി വെച്ചിട്ട് ഒരു സ്ത്രീനെ ഉപദ്രവിച്ചു, പെൺകുട്ടിനെ ഉപദ്രവിച്ചു എന്നുള്ള വിവരം കിട്ടിയിട്ട് നമ്മൾ പോലീസുകാർ പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് ആ ട്രെയിനിൽ നിന്ന് ഉപദ്രവിച്ച ആളെ നാട്ടുകാർ കെട്ടിയിട്ട് നിലയിൽ കൈ പിടിച്ച് നിർത്തിയ ഒരാളെ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കുപ്രസിദ്ധ ക്രിമിനൽ ജംബുലി ബിജുവാണ് അറസ്റ്റിലായതെന്ന് മനസ്സിലായത്. വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇയാൾ ഒളിവിലായിരുന്നു. വീട്ടമ്മ പ്രാണരക്ഷാർത്ഥം കടിച്ചതിന്റെ മുറിവാണ് ബിജുവിന്റെ മുഖത്തുള്ളത്. സമാനമായ മറ്റൊരു സംഭവത്തിൽ ബിജുവിന്റെ ചെവിക്ക് കരിക്കത്തിക്കൊണ്ട് മുറിവേറ്റിരുന്നു. അഞ്ചൽ CIയെ ആക്രമിച്ചതിനും സംവിധായകൻ അൻവർ റഷീദിനെ കയ്യേറ്റം ചെയ്തതിനും ബിജുവിനെതിരെ കേസുകൾ നിലവിലുണ്ട്. ആരാണ് ഈ ജംബുലിംഗം? കൊല്ലം അഞ്ചൽ വടമണിൽ ഡേൽ ഹണ്ടർ നടത്തിയ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഒരു സാമൂഹ്യദ്രോഹിയുടെ അതിക്രമങ്ങളാണ്. സ്വന്തം സഹോദരിയെ വരെ കയറിപ്പിടിച്ച ജംബുലിംഗം ബിജു എന്ന ആഭാസം നടത്തിയ അക്രമങ്ങൾ നിരവധിയാണ്. ജംബുലിംഗത്തിന്റെ പരാക്രമങ്ങളെക്കുറിച്ച് നാട്ടുകാർ പറയുന്നു. കുറ്റവാളി ജംബുലിംഗം ബിജു എന്നാൽ അഞ്ചൽ വടമൺ മഞ്ജുഭവനിൽ ബിജു. ഇതാണ് ജംബുലിംഗത്തിന്റെ മട. തമിഴ് സിനിമയായ ജംബുലിംഗത്തിന്റെ പേര് കൂട്ടുകാർ തന്നെ ബിജുവിന് ചാർത്തിക്കൊടുത്തതാണ്. ഈ സിനിമയിലെ ക്രൂരനായ വില്ലനെ പോലെ ബിജു അതിക്രമങ്ങൾ നടത്താൻ തുടങ്ങിയതോടെയായിരുന്നു ഇത്. നിരവധി കേസുകളിൽ പ്രതിയായ ജംബുലിംഗം കോടതിയിൽ സ്വയം കേസ് വാദിച്ചും അഭിഭാഷകരോടും ജഡ്ജിയോടും അപമര്യാദയായി പെരുമാറിയും പോലീസിന് മുന്നിൽ പേരെടുത്തു. സ്ത്രീകളെ ഉപദ്രവിക്കുന്നതാണ് ജംബുലിംഗത്തിന്റെ പ്രധാന ഹോബി. ജംബുലിംഗത്തെക്കുറിച്ച് അഞ്ചൽ സബ് ഇൻസ്പെക്ടർ സുധീർ പറയുന്നത് കേൾക്കുക. ആ കേസിൽ നിന്ന് ഇയാൾ റിമാൻഡ് കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങി വന്നതേ ഉള്ളൂ. ഒരാഴ്ചയായി റിമാൻഡ് കഴിഞ്ഞ് വന്നത് അവസരത്തിലാണ് ഇപ്പോൾ ഇയാളെ വീട്ടെ അയൽവാസിയായ സ്ത്രീയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് കേസിൽ പ്രതിയായത്. റേപ്പ് ചെയ്യാൻ ശ്രമിച്ച അവസരത്തിൽ അവൻ്റെ ചുണ്ട് ഈ സ്ത്രീ കടിച്ചെടുത്തിട്ടുണ്ട്. ആ മുറിവുമായിട്ടാണ് അയാൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷനായിട്ടുള്ളത്. അപ്പോൾ അത് ഇയാളെ കോഴിക്കോട് റെയിൽവേ പോലീസ് അവിടെ ഒരു പരശുറാം എക്സ്പ്രസ്സിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച അവസരത്തിലാണ് പോലീസ് പിടിച്ച് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. തുടർന്ന് ഇയാളെ ഇനിയിപ്പോൾ ഞങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങിക്കും. അന്വേഷണത്തിന് വേണ്ടി ഉടനെ തന്നെ കോഴിക്കോട്ടേക്ക് പോകുന്നതാണ്. വടമൺ സ്വദേശിനിയായ വീട്ടമ്മയെ കടന്നുപിടിച്ച് ആക്രമിച്ചപ്പോൾ വീട്ടമ്മ ജംബുലിംഗത്തിന്റെ കീഴ്ചുണ്ട കടിച്ചു മുറിച്ചാണ് രക്ഷപ്പെട്ടത്. ആ അക്രമത്തെക്കുറിച്ച് ഈ വീട്ടമ്മ പറയുന്നു. രാവിലെ 10 മണിക്ക് അടുക്കള ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറേ കൂടെ വന്ന് കതവ് തള്ളി തുറന്ന് എന്നെ കടന്നാക്രമിക്കുകയും എന്നെ പിടിക്കുകയും വലിക്കുകയും ചെയ്ത് താഴെ തള്ളിയിട്ട് എൻ്റെ കൊങ്ങായിക്ക് പിടിച്ച് എൻ്റെ മാലയും പൊട്ടിച്ച് എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിക്കുകയും ഞാൻ അതിന് എതിരിട്ട് അവൻ്റെ ചെറി കടിച്ചു പറിക്കുകയും ചെയ്തു. എൻ്റെ ചെള്ളയിൽ അടിക്കുകയും ചെയ്തു. കടി വിട്ടപ്പം അവൻ എണീറ്റ് ഓടുകയും ചെറി കടിച്ചു മുറിച്ച് താഴെ വീഴുകയും ചെയ്തു. അങ്ങനെ രക്ഷപ്പെട്ട് ഓടുകയും ചെയ്തു. പോകുന്ന വഴി പറഞ്ഞു ഇതാരോടെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചു കൊല്ലുകയും. സ്ത്രീകളെന്നാൽ അമ്മയും സഹോദരിയും എന്ന പരിഗണന പോലും ബിജുവിനില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സ്വന്തം സഹോദരിയെ കയറിപ്പിടിക്കാൻ ശ്രമിച്ച ജംബുലിംഗത്തിന് കണക്കിന് സഹോദരിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി. കരിക്കത്തി കൊണ്ട് ചെവി മുറിച്ചാണ് വീട്ടിൽ നിന്നും ജംബുലിംഗത്തിനെ ഇറക്കി വിട്ടത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ജംബുലി ബിജു എന്ന് പറയുന്ന ഈ ബിജുവിനെയും കൊണ്ട് വടമൺ പ്രദേശത്തുള്ള ഓരോ വീട്ടിലും അവന്റെ പീഡനം അനുഭവിക്കാത്ത ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ
അവന്റെ വീടിനെ അനുഭവിക്കാത്ത ഒരു വീട് പോലും ഈ വടമണിലില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്നും തൊണ്ടി മുതലായ ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചും റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച കേസിലും ജംബുലിംഗം പ്രതിയാണ്. നാട്ടിൽ പെൺകുട്ടികളെ കടന്നു പിടിക്കുന്നത് പതിവായപ്പോൾ നാട്ടുകാർ തന്നെ ജംബുലിംഗത്തിന്റെ കൈ തല്ലിയൊടിച്ചു. സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിക്കുന്നതും ജംബുലിംഗത്തിന്റെ മറ്റൊരു ഹോബിയാണ്. അഞ്ചൽ സിയായിരുന്ന സുഗതനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ജംബുലിംഗം പ്രതിയാണ്. എന്നാൽ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർത്ത് കോടതിയിൽ നിന്ന് തന്നെ ജംബുലിംഗം രക്ഷപ്പെടുകയാണ് പതിവ്. ഇത്തവണയെങ്കിലും ജംബുലിംഗത്തെ കൊണ്ടുള്ള കെടുതികൾ തീരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. റെയിൽവേ പോലീസിന് അഭിനന്ദനം അറിയിച്ച വടമണ്ണിലെ സഹോദരിമാർ പറയുന്നത് കേൾക്കും. ഏറ്റവും സമാധാനമായ അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ജംബുലിയെ പിടിച്ചതോടുകൂടി നാട്ടിലെല്ലാവർക്കും ഞങ്ങൾക്ക് സന്തോഷമായിരിക്കുക. നാട്ടിൽ വളരെ സമാധാനമായി. ചെറു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഭീഷണിയായിരുന്നു ജംബുലി. ഇപ്പോൾ അത് പിടിച്ചത് വളരെ സന്തോഷം. നമ്മുടെ പോലീസ് വകുപ്പിന് അഭിനന്ദനം അർഹിക്കത്തക്ക പ്രവർത്തനമാണ് നടത്തിയത്. ജംബുലിംഗം ഇനി ഭീഷണിയായി വടമണ്ണിലേക്ക് എത്തില്ല എന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ.